ത്രിയേക ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സന്ധ്യയിൽ നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവവചനം പഠിക്കുവാനായിട്ട് ഒരുമിച്ച് കൂട്ടായ്മയുടെയും ആരാധനയുടെയും ബന്ധത്തിലായിരിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഈ വൈകുന്നേരത്തെ വചന പഠനത്തിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള നിങ്ങൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തികളിലെ 21 അധ്യായത്തിലേക്ക് ഈ സന്ധ്യയിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. 21 അധ്യായം പൗലോസ് അപ്പോസ്തലന്റെ 3-ാം മിഷണറി യാത്ര ഈ അധ്യായത്തിലാണ് അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വർഷങ്ങൾ നീണ്ടു നിന്നതായ 1, 2, 3 മിഷണറി യാത്ര, അല്ലെങ്കിൽ കർത്താവിന്റെ വയൽ പ്രദേശത്ത് ധീരതയോടുകൂടെ, എരിവോടുകൂടെ, തീഷ്ണതയോടുകൂടെ താൻ എണ്ണി പറഞ്ഞിരിക്കുന്ന കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ച് ചെയ്തതായിട്ടുള്ള മിഷണറി യാത്ര അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. 3 മിഷണറി യാത്രകളാണ് പ്രധാനമായിട്ടും വചനത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്കിലും 4-മതൊരു മിഷണറി യാത്ര കൂടി വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. റോമിലേക്കുള്ള തൻ്റെ യാത്രയും അതിനുശേഷം റോമൻ കാരാഗ്രഹത്തിലായിരിക്കുന്നതും, റോമൻ കാരാഗ്രഹത്തിൽ തന്നെ 2 പ്രാവശ്യം താൻ ആയിരിക്കുന്നുണ്ട്. ആദ്യത്തെ 2 വർഷം ഭവനത്തിന്റെ തടങ്കലിലായിരിക്കുന്നു, അതുപോലെ തന്നെ 2-മത്തെ പ്രാവശ്യം യഥാർത്ഥ കാരാഗ്രഹത്തിലും ആയിരിക്കുന്നു. ഈ സമയങ്ങളിലൊക്കെ റോമിൽ സുവിശേഷം അറിയിക്കണമെന്നുള്ളത് തൻ്റെ ഒരു വലിയ ചിരകാല സ്വപ്നമായിരുന്നു. എന്നാൽ 1, 2, 3 മിഷണറി യാത്രകളിൽ സുവിശേഷ വേല ചെയ്തതുപോലെ സ്വാതന്ത്ര്യത്തോടുകൂടെ പോയി റോമിൽ മിഷണറി വേല ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എങ്കിലും താൻ ഭവനത്തിൽ 2 വർഷം തടങ്കലിലായിരുന്നപ്പോഴും പിന്നീട് റോമൻ ജയിലിൽ താൻ തടവറയിൽ ആയിരിക്കുമ്പോഴും കിട്ടിയ അവസരങ്ങൾ തനിക്ക് കണ്ടുമുട്ടുവാൻ കഴിഞ്ഞവരോട്, തന്നെ ശുശ്രൂഷിച്ചവരോട്, തൻ്റെ അടുക്കൽ എത്തിയവരോടൊക്കെ കർത്താവിന്റെ സുവിശേഷം പറയുവാനായിട്ട് ഇടയായി തീർന്നു. റോമാലേഖനം 16-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കൈസറുടെ അരമനയിലുള്ളതായ അനേക ആളുകളെ കുറിച്ച്, അവരുടെ പേരിലുള്ളതായ അഭിവാദ്യം സമർപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ കൈസറുടെ അരമനയിൽ ഉണ്ടായിരുന്ന ആളുകളെ പോലും സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കുവാൻ ഈ ലോകം കണ്ടതിലേക്കും വെച്ച് പ്രമുഖനായിട്ടുള്ള ഈ മിഷണറി വര്യന് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ സംഗതിയാണ്. അങ്ങനെയാണെങ്കിൽ തൻ്റെ റോമിലേക്കുള്ള യാത്രയും റോമൻ കാരാഗ്രഹ വാസകാലവും ഒരു 4-ാം മിഷണറി യാത്രയായിട്ട് കൂടി നമുക്ക് പരിഗണിക്കുകയും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 3-ാം മിഷണറി യാത്രയുടെ അവസാനമാണ്. 21-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. അവരെ വിട്ട് പിരിഞ്ഞ് നീക്കിയ ശേഷം ഞങ്ങൾ നേരെ ഓടി കോസിലും പിറ്റനാൾ റൊദോസിലും അവിടം വിട്ട് പത്തരയിലും എത്തി. ഫൊയ്നിക്കയിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടിട്ട് ഞങ്ങൾ അതിൽ കയറി ഓടി. കുപ്രോസ് ദ്വീപ് കണ്ട് അതിനെ ഇടത്തുപുറം വിട്ട് സുറിയയിലേക്ക് ഓടി സോരിൽ വന്നിറങ്ങി. കപ്പൽ അവിടെ ചരക്ക് ഇറക്കുവാനുള്ളതായിരുന്നു. ഞങ്ങൾ ശിഷ്യന്മാരെ കണ്ടെത്തി 7 നാൾ അവിടെ പാർത്തു. അവർ പൗലോസിനോട് യെരുശലേമിൽ പോകരുതെന്ന് ആത്മാവിനാൽ പറഞ്ഞു. അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിട്ടുപോകുമ്പോൾ അവരെല്ലാവരും സ്ത്രീകളും കുട്ടികളുമായി പട്ടണത്തിന് പുറത്തോളം ഞങ്ങളോടുകൂടെ വന്ന് കടൽക്കരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് തമ്മിൽ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ കപ്പൽ കയറി അവർ വീട്ടിലേക്ക് മടങ്ങി പോയി. മിലേത്തോസിൽ വെച്ച് എഫെസോസിലെ മൂപ്പന്മാരെ കണ്ട് അഭിവാദ്യം ചെയ്ത് അവർക്ക് ഒരു നീണ്ട മെസ്സേജ് നൽകിയതിന് ശേഷം അവരോട് യാത്ര പറഞ്ഞ് സോരിലേക്ക് പോകുന്ന പൗലോസിനെയും കൂട്ടരെയുമാണ് നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നത്. പല സ്ഥലങ്ങളുടെ പേരുകൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ സിറിയ വഴി അവര് സോരിൽ എത്തിച്ചേരുകയാണ്. അവിടെ അവർ കടന്നു വന്നതായിട്ടുള്ള കപ്പലിന്റെ ചരക്ക് ഇറക്കുവാനായിട്ടുണ്ടായിരുന്ന കാരണത്താൽ 7 ദിവസത്തോളം സോരിൽ പാർക്കുവാനായിട്ടുള്ളതായ ഒരു അവസരം അവർക്ക് ലഭിച്ചു. അവിടെ നമ്മൾ കാണുന്നത് അവിടെ സോരിലുള്ളതായ
കർത്താവിന്റെ ശിഷ്യന്മാരെ, അല്ലെങ്കിൽ ക്രിസ്തു ശിഷ്യന്മാരെ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിട്ടുള്ളതായ ആളുകളെ അവർക്ക് അവിടെ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ ഏത് ദിക്കിലും ഏത് ദേശത്തും പോയാൽ കർത്താവിനെ അറിയുന്നതായിട്ടുള്ള ചില ആളുകൾ, ഒരുപക്ഷെ ചില അറിവെങ്കിലും കർത്താവിനെ കുറിച്ചുള്ള പ്രിയപ്പെട്ടവർക്ക് അവനെ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് എന്നുള്ളത് ഓർക്കണം. ഇവിടെ നമ്മൾ കാണുന്നത് സോരിലെത്തി 7 ദിവസം ശിഷ്യന്മാരോടൊപ്പം അവർ പാർത്തു. ഈ സോരിലുള്ളതായ ശിഷ്യന്മാര് പൗലോസ് അപ്പോസ്തലനോട് പറയുകയാണ്, യെരുശലേമിൽ നിനക്ക് വലിയ കഷ്ടതയുണ്ട്. അവർ പൗലോസിനോട് പറയുന്നത് എന്താണ്? യെരുശലേമിൽ പോകരുതെന്ന് ആത്മാവിനാൽ പറഞ്ഞു. അതായത് സോരിൽ പാർക്കുന്ന ശിഷ്യന്മാർ പൗലോസ് അപ്പോസ്തലനോട് പറയുകയാണ്, നീ യെരുശലേമിൽ പോകരുത്. അത് അവരുടെ വാക്കുകളായിരുന്നില്ല, പരിശുദ്ധാത്മാവിനാൽ പ്രാപിച്ചതായിട്ടുള്ളതായ തിരുവചനമാണ് അവർ പറയുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് ഫിലിപ്പോസിന്റെ വീട്ടിൽ ചെല്ലുന്നു. ഫിലിപ്പോസിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അഗബോസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ അവിടെ കടന്നു വരുന്നു. ഈ പ്രവാചകനും പൗലോസിനോട് പറയുന്നുണ്ട്, പൗലോസിന്റെ അവിടുത്തെ ആ വാക്യം വായിച്ചു കഴിഞ്ഞാല് പൗലോസിന്റെ അരക്കച്ച എടുത്ത് തന്റെ കൈകാലുകളെ കൂട്ടിക്കെട്ടിയിട്ട് പറയുന്നത്, ഇതുപോലെ നിന്നെ യെരുശലേമിൽ ബന്ധനസ്ഥനാക്കുവാനായിട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത് പൗലോസിന്റെ നിശ്ചയദാർഢ്യമാണ്. ഡിറ്റർമിനേഷൻ ഓഫ് പോൾ. പൗലോസിന്റെ നിശ്ചയദാർഢ്യം. നമ്മൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഇവിടെ മനസ്സിലാക്കണം. മുന്നറിയിപ്പുകൾ എപ്പോഴും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട്, പ്രിപ്പയർ ചെയ്യുവാനായിട്ട് ലഭിക്കുന്നതാണ്. പഴയ നിയമം പഠിക്കുമ്പോൾ പ്രവാചകന്മാർ ഇസ്രായേൽ മക്കൾക്ക് അതാത് കാലയളവിൽ മുന്നറിയിപ്പുകളെ നൽകിയിട്ടുള്ളത് നമുക്കറിയാം. ആ മുന്നറിയിപ്പുകളൊക്കെ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ദൈവത്തെ വിട്ട് അകന്നു പോകുമ്പോൾ, പാപ വഴികളിലേക്ക് പ്രവേശിക്കുമ്പോൾ മടങ്ങി വരേണ്ടതിന് വേണ്ടിയിട്ടുള്ളതായ മുന്നറിയിപ്പുകൾ. ദൈവത്തെ വിട്ട് പോകുന്നത്, മറുതലിക്കുന്നത് അപകടമാണ് എന്നവരെ കാണിച്ചു കൊടുക്കുകയാണ്. പ്രവാചകന്മാരിൽ കൂടെ ആ മുന്നറിയിപ്പുകൾ കൃത്യമായിട്ട് അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പാപത്തിലേക്ക് പോകുന്നത് കൊണ്ട്, ദൈവത്തെ വിട്ട് അകന്നു പോകുന്നത് കൊണ്ട്. എന്നാൽ ഇവിടുത്തെ പൗലോസിന്റെ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ, പൗലോസിന് ലഭിക്കുന്ന മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ പാപ വഴികളിലേക്ക് പൗലോസ് പോകുന്നത് കൊണ്ട് ലഭിക്കുന്ന മുന്നറിയിപ്പ് എന്നുള്ളതല്ല. ഇതൊരു മുന്നറിയിപ്പ് ലഭിക്കുകയാണ്. എന്താണ്? പരിശുദ്ധാത്മാവാണ് ആ മുന്നറിയിപ്പ് കൊടുക്കുന്നത്. ആ മുന്നറിയിപ്പിൽ കൂടെ, ദൈവജനത്തിൽ കൂടെ ആ മുന്നറിയിപ്പുകളെ കാണിച്ചു കൊടുക്കുകയാണ്. ഒരു വലിയ അപകടം വരുവാനായിട്ട് പോകുന്നു, ഒരു വലിയ ക്രൂശ് താൻ യെരുശലേമിൽ ചുമക്കേണ്ടി വരും. ഒരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശു ക്രിസ്തുവിനെ യാഥാർത്ഥ്യത്തിൽ പിൻഗമിക്കുന്നതായിട്ടുള്ള ഒരു ദൈവ പൈതൽ മുൻപിൽ ചെങ്കടലുകൾ കണ്ടേക്കാം, മരുഭൂമികൾ വന്നേക്കാം, അനേക ശത്രു രാജ്യങ്ങൾ അവരുടെ നേരെ പതിയിരുന്നേക്കാം, ഒരുപാട് കൂരിരുൾ താഴ്വരകളും അവരുടെ മുമ്പിൽ സംജാതമായേക്കാം. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ: കർത്താവ് ഏൽപ്പിച്ചതായിട്ടുള്ള വേല പൂർത്തീകരിക്കുക. പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം ആ വേല പൂർത്തീകരിക്കുക എന്നുള്ളതായ നിശ്ചയദാർഢ്യം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഓട്ടം ദൈവകൃപയുടെ സുവിശേഷത്തിന് മുഖാന്തരമായിട്ട് മാറണം. യെരുശലേമിൽ പോകുക എന്നുള്ളത് അനിവാര്യം ആയിരുന്നു എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. യെരുശലേമിൽ പോയില്ലായിരുന്നു എങ്കിൽ ഞാൻ ചിന്തിക്കുകയാണ്, ഒരുപക്ഷെ റോമിലേക്ക് പോകുവാനായിട്ട് സന്ദർഭം തനിക്ക് ഇപ്രകാരം ഒരു സന്ദർഭം ലഭിക്കുമായിരുന്നോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. പലതും നാം നോക്കുമ്പോൾ പ്രതികൂലങ്ങളായിരിക്കും. എന്തുകൊണ്ട് ഇപ്രകാരമുള്ള പ്രതികൂലങ്ങൾ വരുന്നു എന്ന് ചിന്തിക്കും. എന്നാൽ പലതിൻ്റെയും ഉള്ളിൽ ഒരു നന്മ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. 2, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അത് ഭൂമത്തെ അല്ല എന്നുള്ളത് നമ്മളെ കാണിച്ചു തരികയാണ്. ക്രിസ്തീയ ജീവിതം കഷ്ടതകളും ശോധനകളും കണ്ണുനീരും ദുഃഖവും വിലാപവും ഒക്കെ നിറഞ്ഞതാണ്. പൗലോസ് അപ്പോസ്തലന്റെ ക്രിസ്തീയ ജീവിതത്തെ എടുത്തു വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൂടെ തന്നെ പലപ്പോഴായിട്ട് നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തതാണ് എന്നുള്ളത് ഓർക്കണം. അതുകൊണ്ട് ദൈവത്തിങ്കിൽ നിന്ന് എന്നെ അകറ്റുന്നത് ആർ?
ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റുന്നത് എന്ത്? പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, ഇവയ്ക്കൊന്നിനും ദൈവസ്നേഹത്തിൽ നിന്നും എന്നെ അകറ്റുവാനായിട്ട് കഴിയുകയില്ല. ഇവിടെ ആ ഒരു വലിയ നിശ്ചയദാർഢ്യം അദ്ദേഹത്തിന്, ഒരു വലിയ ഡിറ്റർമിനേഷൻ പൗലോസ് അപ്പോസ്തലനുണ്ട് എന്ന് കാണുവാൻ കഴിയും. മുന്നറിയിപ്പുകൾ അദ്ദേഹത്തിന് ലഭിച്ചു, നീ പോകരുത് എന്നുള്ളതായ അറിയിപ്പുകൾ ലഭിച്ചു. പക്ഷെങ്കിൽ ഈ പറയുന്നതായിട്ടുള്ള ശിഷ്യന്മാരും അഗബോസ് എന്ന് പറയുന്നതായിട്ടുള്ള പ്രവാചകനും ഒക്കെ പറയുന്നതിന് മുന്നമേ തന്നെ കർത്താവായ യേശു തമ്പുരാൻ പൗലോസിനെ സൗഖ്യമാക്കുവാനായിട്ട് പറഞ്ഞു വിടുന്ന അനന്യാസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവൻ ആരായി തീരും, എന്തായി മാറും, ഇവൻ എന്തെല്ലാം അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ഞാൻ അവനെ കാണിച്ചു കൊടുക്കും എന്നുള്ളത് കർത്താവ് യേശു തമ്പുരാൻ ഈ പൗലോസിനെ സൗഖ്യമാക്കുവാൻ പോയ അനന്യാസിനോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നതാണ് എന്നുള്ളത് ഓർക്കണം. അപ്പൊ ദൈവമക്കളെ, ദൈവം ചിലതൊക്കെ പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദൈവം ചില കാര്യങ്ങള് ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്, ദൈവത്തിന്റെ ഹിതമാണ്. അത് മാറ്റുവാൻ എനിക്കോ നിങ്ങൾക്കോ ആർക്കും സാധ്യമല്ല. കർത്താവായ യേശുക്രിസ്തു ഗതസമന തോട്ടത്തിൽ ആയിരുന്നു കൊണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ താൻ ആവശ്യപ്പെടുന്നത് എന്താണ്? ഈ പാനപാത്രം കുടിക്കുവാനായിട്ട് എനിക്ക് വഹിയാവതല്ല, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ. നമ്മൾ ഓർക്കണം, അവിടെ ആ ഒരു വേർഡ് കർത്താവ് ഉപയോഗിക്കുന്നത്, കഴിയുമെങ്കിൽ, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം. എന്തൊരു പ്രാർത്ഥനയാണ് അതെന്ന് നമ്മൾ അങ്ങ് ചിന്തിച്ചു പോകും. കാരണം പിതാവിനാൽ അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല എന്നുള്ളത് ഓർത്തുകൊള്ളണം. പിന്നെയും എന്തുകൊണ്ട് ക്രിസ്തു തന്റെ പിതാവിനോട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറണമെന്ന് പ്രാർത്ഥിച്ചു എന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു സംഗതിയുണ്ട്. ക്രിസ്തുവിനറിയാം തന്റെ പിതാവിനാൽ അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല. അപ്പോൾ തന്റെ മുമ്പിൽ ഒരു വലിയ പാനപാത്രം നിറച്ചു വച്ചിരിക്കുകയാണ്. അത് കുടിക്കണം. അത് കുടിക്കുവാൻ താൻ അശക്തനാണ്, കഴിവില്ല. എന്നാൽ ആ പാനപാത്രം താൻ കുടിച്ചേ മതിയാവൂ എങ്കിൽ അവിടുത്തെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ്? പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറണം. അതുകൊണ്ട് ദൈവമക്കളെ ഓർമ്മിപ്പിക്കട്ടെ, ചില പാനപാത്രങ്ങൾ ദൈവമക്കളുടെ മുമ്പിൽ സ്വർഗം വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുടിക്കാതെ പോകുവാനായിട്ട്, മുൻപോട്ട് നീങ്ങുവാനായിട്ട് കഴിയത്തില്ല. വെച്ചിരിക്കുന്ന പാനപാത്രം നാം കുടിച്ചെങ്കിലേ പറ്റൂ. നമുക്ക് കുടിക്കുവാൻ കഴിയാത്തതിനപ്പുറമായിട്ടുള്ള ഒരു പാനപാത്രം കർത്താവ് വയ്ക്കുകയില്ല. അത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. കർത്താവായ യേശുക്രിസ്തു ഈ പാനപാത്രം കുടിക്കുവാൻ കഴിയുമോ? കഴിയില്ല എന്നുള്ളൊരു ചിന്ത. പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റണം. നമ്മുടെ മുമ്പിൽ ഒരു പാനപാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർത്തുകൊള്ളുക, ആ പാനപാത്രം കുടിപ്പാനുള്ള അല്ലെങ്കിൽ അത് വഹിപ്പാനുള്ളതായ ശക്തി കർത്താവ് തരും എന്നുള്ളത് ഓർക്കണം. ഒരിക്കലും അവൻ നമ്മളെ അനാഥരായി കൈവിടുന്നവനല്ല. പാനപാത്രം മുമ്പിൽ വെച്ചിട്ട് സഹിക്കുവാൻ കഴിയാത്ത, വഹിക്കുവാൻ കഴിയാത്ത പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കഷ്ടതകളും മുമ്പിൽ വെച്ചിട്ട് മാറി നിന്ന് കൈയടിക്കുന്ന ഒരു സ്വർഗീയ പിതാവിനെ അല്ല ഞാനും നിങ്ങളും ആശ്രയിച്ചിരിക്കുന്നതെന്ന് ഓർക്കണം. ദൈവമക്കളെ, ഈ സന്ധ്യയിൽ ഓർമ്മിപ്പിക്കട്ടെ, നാം ആശ്രയിച്ചിരിക്കുന്നത് അവൻ നമ്മുടെ ഉപനിധിയാണ്. അവൻ നമ്മളെ ഒരു നാളും കൈവിടുകയില്ല എന്നുള്ള ഒരു വാഗ്ദത്തമുണ്ട്. മുമ്പിൽ കൈപ്പേറിയ ചില ചഷകങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചഷകങ്ങൾ നമ്മൾ കുടിച്ചാലേ പറ്റൂ എന്നുണ്ടെങ്കിൽ കുടിപ്പാനുള്ള പ്രാപ്തി, കുടിപ്പാനുള്ള കെൽപ്പ്, അത് വഹിപ്പാനുള്ള കഴിവ് സ്വർഗത്തിലെ ദൈവം തരുമെന്ന് ഓർത്തുകൊള്ളണം. ഇവിടെ നമ്മൾ തുടർന്ന് വായിക്കുന്നതായിട്ടുള്ള സമയത്ത് പൗലോസ് അപ്പോസ്തലൻ ആരെല്ലാം തന്നോട് പറഞ്ഞിട്ടും ആ വാക്കുകളെയൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് പോവുകയാണ്. ഒരുപക്ഷെ അതൊരു ദൈവിക നിയോഗമായിരിക്കും. പലരും പറഞ്ഞു പരിശുദ്ധാത്മാവിനാൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ നമ്മളവിടെ ചിന്തിക്കും, അപ്പോൾ അത് പരിശുദ്ധാത്മാവിനെ ധിക്കരിച്ചുള്ള പോക്കല്ലേ എന്നുള്ളൊരു ചിന്ത വരും. പക്ഷേ ദൈവ നിയോഗം നന്നായിട്ട് അറിയാവുന്നതായിട്ടുള്ള പൗലോസ് അപ്പോസ്തലൻ തന്റെ യാത്ര മുൻപോട്ട് നീങ്ങുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. ഇനി 7-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നത്, ഞങ്ങൾ സോർ വിട്ട് കപ്പലോട്ടം തികച്ച് തൊലോമായിസിലെത്തി, സഹോദരന്മാരെ വന്ദനം ചെയ്തു, ഒരു ദിവസം അവരോടുകൂടെ പാർത്തു. പിറ്റേന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസരിയിലെത്തി. 7 ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്ന് അവനോടുകൂടെ പാർത്തു. അവന്റെ കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാർ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്ന ഒരു പ്രവാചകൻ യഹൂദിയിൽ നിന്ന് വന്നു. അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസിന്റെ അരക്കച്ച എടുത്ത് തന്റെ കൈകാലുകളെ കെട്ടി.
ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരൂശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ ഇടയിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നുവെന്ന് പറഞ്ഞു. ഇത് കേട്ടാർ യെരൂശലേമിൽ പോകരുതെന്ന് ഞങ്ങളും അവിടുത്തുകാരും അവനോട് അപേക്ഷിച്ചു. അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞ് എന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിന്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരൂശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. അവനെ സമ്മതിപ്പിച്ചുകൂടായികയാൽ കർത്താവിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതെയിരുന്നു. സോരിൽ നിന്ന് യാത്ര നീങ്ങി ഇപ്പോൾ കൈസരിയയിലെത്തി. കൈസരിയിൽ നമുക്കറിയാമല്ലോ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ 7 ഡീക്കന്മാരെ തെരഞ്ഞെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ 7 ഡീക്കന്മാരിൽ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന നാട്ടിലുള്ള ഫിലിപ്പോസ് എന്ന് ഓർത്തുകൊള്ളാം. ഫിലിപ്പോസ് ഒരുപക്ഷെ ഇപ്പോൾ കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്നത് ഈ കൈസരിയിൽ ആണ് എന്ന് ചിന്തിക്കാം. അദ്ദേഹത്തിന്റെ 4 മക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രവചിക്കുന്നതായിട്ടുള്ള 4 യുവതികളെ കുറിച്ച് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് അവരുടെ ഭവനത്തിൽ പാർത്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയത്താണ് യഹൂദിയിൽ നിന്നും അഗബോസ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പ്രവാചകൻ അവരുടെ അടുത്ത് എത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ, അദ്ദേഹം കടന്നു വന്നിട്ട് എങ്ങനെ പൗലോസ് അപ്പോസ്തലൻ യെരൂശലേമിൽ പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകും എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ്. അത് അതുപോലെ തന്നെ നടന്നു. പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുത്തത് അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. പിന്നീട് താഴേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് നമുക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അഗബോസ് പ്രവാചകനിൽ കൂടെയും അടുത്ത മുന്നറിയിപ്പ് ലഭിക്കുകയാണ്. നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് കിട്ടുവാനായിട്ട് പോകുന്നത് ഈ രീതിയിലുള്ളതായിരിക്കും. അപ്പോൾ അഗബോസ് മുന്നറിയിപ്പ് കൊടുത്തു. അപ്പോൾ അഗബോസ് പ്രവാചകനും മുന്നറിയിപ്പ് കൊടുത്തതോടുകൂടെ പൗലോസിനോടൊപ്പം യാത്ര ചെയ്യുന്നവരും ഈ കൈസരിയിൽ ഫിലിപ്പോസിന്റെ ഭവനത്തിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരും ഒരുപോലെ അദ്ദേഹത്തോട് പറഞ്ഞു, പൗലോസെ നീ യെരൂശലേമിലേക്ക് പോകരുത്. പക്ഷെ പൗലോസ് കൊടുക്കുന്ന മറുപടി നമ്മളുടെ ശ്രദ്ധേയമാണ്. നിങ്ങൾ കരഞ്ഞെന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിന്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരൂശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഒരു ക്രിസ്തു ശിഷ്യന്റെ, യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്റെ മറുപടിയാണ് ഇവിടെ നമ്മൾ പ്രകടമായിട്ട് കാണുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തന്റെ ദൗത്യത്തിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് കൂടെയുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മൾ ഒരു കാര്യം ചെയ്യുവാനായിട്ട് ധൈര്യത്തോടുകൂടെ തൻ്റെ ഇടത്തോടുകൂടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ നാം ചെയ്യുവാൻ പോകുന്നതായിട്ടുള്ള ദൗത്യത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടി പലരും പല പ്രേരണകളും ചുമത്തി എന്ന് വരും. ചിലപ്പോൾ നാം ഇവരുടെയൊക്കെ വാക്കുകൾ കേട്ട് അതിലേക്ക് പ്രവേശിക്കാതെ പോകും, പിൻവലിഞ്ഞു എന്ന് വരും, പിന്മാറിപ്പോയി എന്ന് വരും. അതേ സമയത്ത് തന്നെ അതിന്റെ ഒരു വലിയ പരാജയം പിന്നീടായിരിക്കും നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം ലോകം ഒരുപാട് തന്നെ പുറകിലേക്ക് പിടിച്ചു വലിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആത്മീയ സംഗതി, നമ്മൾ കർത്താവിന് വേണ്ടി ശക്തമായിട്ട് പ്രയോജനപ്രദമായിട്ട് മുൻപോട്ട് പോകുവാനായിട്ട് സ്വർഗീയ പിതാവ് നമുക്കൊരു ആഹ്വാനം തരുമ്പോൾ, ഒരു നിശ്ചയദാർഢ്യം തരുമ്പോൾ പലപ്പോഴും ലോകം നമ്മളെ പുറകിലേക്ക് വലിക്കും. മുൻപോട്ട് എടുത്തു വയ്ക്കുന്ന കാല് പുറകിലേക്ക് എടുത്തു വയ്ക്കേണ്ടി വരും. നമ്മൾ ഓർത്തുകൊള്ളാം, ലോകം എപ്പോഴും നമ്മളെ ഭയപ്പെടുത്തുന്നതും നമ്മുടെ ധൈര്യം ചോർത്തിക്കളയുകയും ചെയ്യുന്നതായിട്ടുള്ളതാണ് അനുഭവമാണ് ലോകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ പുറകിൽ നിന്ന് നമ്മളെ പിന്മാറ്റിക്കളയുവാനായിട്ട് ഇടയായി തീരുമെന്ന് ഓർക്കണം. അപ്പോൾ ലോകം ഒരിക്കലും എൻകറേജ് ചെയ്യുന്നതായിട്ടുള്ള അനുഭവത്തെ അല്ല നമുക്ക് തരുന്നത്, മറിച്ച് ഡിസ്കറേജ് ചെയ്ത് നമ്മളെ പുറകിലേക്ക് വലിക്കുകയാണ്. വിശ്വാസത്തിൽ തീഷ്ണതയോടുകൂടെ കടന്നു വരുന്ന ഒരു വ്യക്തി വിശ്വാസത്തിൽ മുമ്പിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവനെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ, പ്രത്യേകിച്ച് മറ്റ് അക്രൈസ്തവ വിശ്വാസങ്ങളിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിക്കുന്നതായിട്ടുള്ള പ്രഷർ എന്ന് പറയുന്നത് വളരെ വലിയ പ്രഷർ ആയിരിക്കും അനുഭവിക്കുന്നത്. കാരണം അവരുടെ വിശ്വാസത്തിൽ അവരെ ധൈര്യഹീനരാക്കി നിർത്തുവാൻ, ചഞ്ചലചിത്തരാക്കി നിർത്തുവാൻ ലോകം ആവോളം പണിപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്ന് പറഞ്ഞതുപോലെ പൗലോസ് അപ്പോസ്തലൻ
പൗലോസ് അപ്പോസ്തലനെ കൂടെയുള്ളതായ സഹവിശ്വാസികൾ പുറകിലേക്ക് വലിക്കുകയാണ്. ഒരുപക്ഷെ അവരുടെ ഉദ്ദേശം സതുദ്ദേശത്തോടുകൂടി ആയിരിക്കാം പറയുന്നത്. കാരണം പൗലോസ് യെരൂശലേമിലേക്ക് പോയാൽ കഷ്ടത അനുഭവിക്കേണ്ടി വരും, മരണപ്പെട്ടു പോകും. അതുകൊണ്ട് ആ ഒരു ഭയം, ആ ഒരു പേടി അവർക്കുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ സഹോദരനെ അല്ലെങ്കിൽ തങ്ങളുടെ നേതാവിനെ നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു പോസിറ്റീവ് ചിന്ത കൂടെ നമുക്കവിടെ ചിന്തിക്കുവാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും മനുഷ്യന്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടമാണ് നിറവേറേണ്ടത്. മനുഷ്യന്റെ ഇഷ്ടം പലപ്പോഴും പല നന്മകളും കാണാതെ മനുഷ്യന്റെ ലോജിക്കിൽ മാത്രം ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ദൈവത്തിന്റെ ഹിതമോ ദൈവത്തിന്റെ ഇഷ്ടമോ ചിന്തിക്കാതെ ആയിരിക്കാം പലപ്പോഴും മാനുഷിക ഇഷ്ടങ്ങൾ നാം അടിച്ചേൽപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളത് ഓർക്കണം. ഇവിടെ പറയുകയാണ്, നിങ്ങൾ എൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിന്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരൂശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അഗബോസ് പ്രവാചകൻ കാണിച്ചത് എന്താണ്? തന്റെ കാലും കൈയും എല്ലാം കൂട്ടിക്കെട്ടി ബന്ധനസ്ഥനാക്കി എടുത്തുകൊണ്ട് പോകുന്നു. എന്നാൽ ഇപ്പോൾ ഒരു പടി കൂടി കടത്തി പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ പറഞ്ഞത് ഞാൻ ബന്ധിക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. ബന്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഞാൻ കർത്താവിന് വേണ്ടി മരണം വരിക്കുവാൻ കൂടി തയ്യാറാണ്. നോക്കിക്കാട്ടെ, ഇവരൊക്കെ മുന്നറിയിപ്പ് കൊടുത്തത് പ്രതികൂലങ്ങൾ ഉണ്ടാകും. പക്ഷെങ്കിൽ പൗലോസിന്റെ നിശ്ചയം എന്താകുന്നു എന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായി മാറുവാൻ പോലും താൻ ഒരുക്കമാണ് എന്നുള്ളതായ നിലയിലാണ് തന്റെ തീരുമാനം. അതായത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന്, സുവിശേഷത്തിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ ഒന്നിനും പിൻവലിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതായ ചിന്ത. അവിടെ പറഞ്ഞിരിക്കുന്നത്, കൂടെയുള്ളവർക്ക് അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റുവാനായിട്ട് കഴിയാഞ്ഞത് കൊണ്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കർത്താവിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവഹിതത്തിന് എതിരായിട്ട് നീങ്ങുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല എന്നുള്ളത് ഓർത്തുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം, നമുക്കും ദൈവത്തോട് പറയാം, കർത്താവേ ഇത് സാധ്യമല്ല, ഇത് കഴിയില്ല, ഇത് നടക്കില്ല എന്നൊക്കെ നമുക്കും പറയാം. പക്ഷെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുമോ? ദൈവമേ, നിന്റെ ഇഷ്ടം. നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചതായിട്ടുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ പറയും, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഒരിക്കൽ പോലും മനസ്സോടുകൂടെയാണോ ആ പ്രാർത്ഥന അപ്രകാരം പ്രാർത്ഥിച്ചിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കണം. സ്വർഗത്തിലെ പോലെ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പറഞ്ഞാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെ ആവണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് ഓർക്കണം. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം നാളെ ഒരു കഷ്ടതയാണെന്നുണ്ടെങ്കിൽ ആ കഷ്ടതയിൽ നാം പരിഭവം പറയുകയും പരാതി പറയുകയും ചെയ്യുന്നവരാണ് എന്നുള്ളത് ഓർക്കണം. അതുകൊണ്ട് ദൈവജനം ഇവിടെ മനസ്സിലാക്കണം, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് കയ്പായാലും മധുരമായാലും ദൈവഹിതമാണ്, ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കി അത് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയേണ്ടുന്നതാകുന്നു എന്നുകൂടെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. 15-ാമത്തെ വാക്യം മുതൽ, അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്രയ്ക്ക് കോപ്പുകൂട്ടി യെരൂശലേമിലേക്ക് പോയി. കൈസരിയിലെ ശിഷ്യന്മാരിൽ ചിലരും ഞങ്ങളോടുകൂടെ പോകുന്നു. കുപ്രോസുകാരനായ നാസോൻ എന്ന ഒരു പഴയ ശിഷ്യനോട് കൂടെ അതിഥികളായി പാർക്കേണ്ടതിന് ഞങ്ങൾ അവന്റെ അടുക്കൽ കൊണ്ടുപോയി. ഈ 16-ാമത്തെ വാക്യത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് 3-ാം മിഷണറി യാത്ര അവസാനിക്കുകയാണ്. മടങ്ങി അവർ യെരൂശലേമിൽ എത്തിക്കഴിഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ മടങ്ങി യെരൂശലേമിൽ എത്തിക്കഴിഞ്ഞു. 3-ാം മിഷണറി യാത്രയ്ക്ക് ഇവിടെ തിരശീല വീഴുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത്, യെരൂശലേമിൽ എത്തിയപ്പോൾ സഹോദരന്മാർ ഞങ്ങളെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. പിറ്റേന്ന് പൗലോസും ഞങ്ങളും യാക്കോബിന്റെ അടുക്കൽ പോയി. മൂപ്പന്മാർ എല്ലാം അവിടെ വന്നുകൂടി. അവൻ അവരെ വന്ദനം ചെയ്തു. തന്റെ ശുശ്രൂഷയാൽ ദൈവം ജാതികളുടെ ഇടയിൽ ചെയ്യിച്ചത് ഓരോന്നായി വിവരിച്ചു പറഞ്ഞു. അവർ കേട്ടു, ദൈവത്തെ മഹത്വപ്പെടുത്തി. പിന്നെ അവരോട് പറഞ്ഞത്, സഹോദര, യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിച്ചിരിക്കുന്നവർ എത്ര 1000 ഉണ്ട് എന്ന് നീ കാണുന്നുവല്ലോ. അവർ എല്ലാവരും ന്യായപ്രമാണ തൽപരന്മാർ ആകുന്നു. മക്കളെ പരിച്ഛേദന ചെയ്യരുതെന്നും നമ്മുടെ മര്യാദ അനുസരിച്ച് നടക്കരുതെന്നും നീ ജാതികളുടെ ഇടയിലുള്ള സകല യഹൂദന്മാരോടും പറഞ്ഞ് മോശയെ ഉപേക്ഷിച്ച് കളവാൻ ഉപദേശിക്കുന്നു എന്നവർ നിന്നെക്കുറിച്ച് ധരിച്ചിരിക്കുന്നു. ആകയാൽ എന്താകുന്നു വേണ്ടത്? നീ വന്നിട്ടുണ്ടെന്ന് അവർ കേൾക്കും നിശ്ചയം. ഞങ്ങൾ നിന്നോട് ഈ പറയുന്നത് ചെയ്യുക. നേർച്ചയുള്ള 4 പുരുഷന്മാർ ഞങ്ങളുടെ ഇടയിലുണ്ട്. അവരെ കൂട്ടിക്കൊണ്ട് അവരോടുകൂടെ നിന്നെ ശുദ്ധി വരുത്തി അവരുടെ തല ക്ഷൗരം ചെയ്യേണ്ടതിന് അവർക്ക് വേണ്ടി ചെലവ് ചെയ്യുക. എന്നാൽ നിന്നെ കൊണ്ട് കേട്ടത് ഉള്ളതല്ല എന്ന് നീയും ന്യായപ്രമാണത്തെ അനുസരിച്ച് ക്രമമായി നടക്കുന്നവൻ എന്നും എല്ലാവരും അറിയും. വിശ്വസിച്ചിരിക്കുന്ന ജാതികളെ സംബന്ധിച്ചോ
അവർ വിഗ്രഹാർപ്പിതവും രക്തവും ശ്വാസം മുട്ടി ചത്തതും പരസംഗവും മാത്രം ഒഴിഞ്ഞിരിക്കണം എന്ന് വിധിച്ച് എഴുതി അറിയിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ പൗലോസ് ആ പുരുഷന്മാരെ കൂട്ടിക്കൊണ്ട് പിറ്റേനാൾ അവരോടുകൂടെ തന്നെ വിശുദ്ധി വരുത്തി ദൈവാലയത്തിൽ ചെന്നു. അവരിൽ ഓരോരുത്തരും വേണ്ടി വഴിപാട് കഴിപ്പാനുള്ള ശുദ്ധീകരണ കാലം തികഞ്ഞു എന്ന് ബോധിപ്പിച്ചു. ഇവിടെ നമ്മൾ കാണുന്ന ഒരു സംഗതി, യെരുശലേമിലേക്ക് കടന്നു ചെന്നു. യെരുശലേമിലെ സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന യാക്കോബ് അപ്പോസ്തോലിന്റെ അരികിലെത്തി. യാക്കോബ് അപ്പോസ്തോലിനോട് തന്റെ 3-ാം മിഷണറി യാത്രയെ കുറിച്ചുള്ളതായ ഒരു റിപ്പോർട്ട് കൊടുത്തു. പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നതായിട്ടുള്ള മാനസാന്തരങ്ങളെ കുറിച്ചും രൂപാന്തരങ്ങളെ കുറിച്ചും അനേക ജാതികൾ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെട്ടതിനെ കുറിച്ചുമുള്ള ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് പറഞ്ഞു. ഈ റിപ്പോർട്ടെല്ലാം അവർ കേട്ടു വളരെ സന്തോഷമായി മാറി. എന്നാൽ ഈ സമയത്ത് പ്രധാനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു സംഗതി, ഈ ഇസ്രായേലിലെ സഭ അല്ലെങ്കിൽ യെരുശലേമിലുള്ളതായ സഭ പലതുകൊണ്ടും ഇപ്പോൾ ബലഹീനമാണ്. അവർക്കവിടെ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നതായിട്ടുള്ള അപ്പോസ്തോലന്മാരിൽ പലരും, പത്രോസ്, യോഹന്നാന്, അതുപോലെയുള്ള പല അപ്പോസ്തോലന്മാരും അവിടെ വിട്ട പല സ്ഥലങ്ങളിലേക്ക് കർത്താവിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ മാറിപ്പോയിരിക്കുകയാണ്. ഇപ്പോൾ യെരുശലേമിലുള്ളത് യാക്കോബ് അപ്പോസ്തോലന്റെ നേതൃത്വത്തിലുള്ളതായ സഭയാണ് ഉള്ളത് എന്ന് ഓർത്തുകൊള്ളണം. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നത്, ഈ യെരുശലേമിലെ ക്രിസ്തീയ സഭയിലേക്ക് അനേക യഹൂദ മതാനുസാരികൾ രംഗപ്രവേശനം ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ യഹൂദന്മാരായിട്ടുള്ള ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ ന്യായപ്രമാണവും ജീവിതത്തിൽ അനുഷ്ഠിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള ഒരു സമൂഹമാണ്. പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള പൗലോസിനെതിരെ പറഞ്ഞിരിക്കുന്ന ഒരു ചാർജ് ഷീറ്റ് ഉണ്ട്. ആ ചാർജ് ഷീറ്റ് എന്താകുന്നു എന്ന് ചോദിച്ചാൽ, നീ മോശയ്ക്കെതിരായിട്ട് പ്രസംഗിക്കുന്നു, മോശയ്ക്കെതിരായിട്ട് പഠിപ്പിക്കുന്നു. അതായത് മോശ ന്യായപ്രമാണം ജനത്തിന് നൽകുവാനായിട്ട് യഹോവയായ ദൈവത്തിന്റെയും ഇസ്രായേൽ ജനത്തിന്റെയും ഇടയിൽ മീഡിയേറ്റർ ആയിട്ട് നിന്നായിട്ടുള്ള ഒരു വ്യക്തിയാണ്. മോശ മുഖാന്തരമാണല്ലോ ഇസ്രായേലിന് ന്യായപ്രമാണം ലഭിക്കുന്നത്. അപ്പോൾ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന സംഗതിയാണ് സർക്കംസിഷൻ എന്നുള്ളത്. ഈ പരിച്ഛേദന എന്ന് പറയുന്ന കാര്യം പൗലോസ് അപ്പോസ്തലൻ അതിനെ നെഗ്ലക്ട് ചെയ്യുകയും അത് ഇനിയും പുതു ക്രിസ്ത്യാനികൾ അത് എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ന്യായപ്രമാണ കാലഘട്ടം കഴിഞ്ഞു. ഇത് കൃപായുഗം, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ ജനം ഈ അനുഭവത്തിലേക്ക് ഇനി മടങ്ങി പോകേണ്ട എന്നുള്ളതായ ആ അനുഭവത്തേക്കാണ് അവിടെ വരുന്നത്. അപ്പോൾ പൗലോസ് പഠിപ്പിക്കുന്നതും യഹൂദ ക്രിസ്ത്യാനികളെ ചിന്തിച്ചിരിക്കുന്നതുമായിട്ടുള്ളതായ ആ വ്യത്യാസം വളരെ ഒരു വലിയ വ്യത്യാസമോട് കാണുവാൻ കഴിയുകയാണ്. ഈ യഹൂദ ക്രിസ്ത്യാനികൾ സഭയിലേക്ക് രംഗപ്രവേശനം ചെയ്തതോടുകൂടെ സംഭവിക്കുവാനായിട്ട് കഴിഞ്ഞത് എന്താകുന്നു എന്ന് ചോദിച്ചാൽ, യഹൂദന്മാരുടെ കർമാചാരങ്ങൾ ക്രൈസ്തവ സഭയിലേക്കും രംഗപ്രവേശനം ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ ഒരു കർമ്മം ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ചെയ്യുവാനായിട്ട് അവർ പ്രേരിപ്പിക്കുകയാണ്. കാരണം പൗലോസിനെതിരെയുള്ള ഒരു ചാർജ് സർക്കംസിഷൻ വേണ്ട എന്നും മോശയുടെ ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കണമെന്നും ജനത്തോട് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ യെരുശലേമിലെ സഭ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്, ഞാൻ ഓർമ്മിച്ചല്ലോ, പത്രോസ്, യോഹന്നാന്, അതുപോലെ ബർന്നബാസ് തുടങ്ങിയതായിട്ടുള്ള സഭയുടെ നേതാക്കന്മാർ അവിടെ നിന്ന് മറ്റു പല സ്ഥലങ്ങളിലേക്ക് സുവിശേഷം അറിയിക്കുവാൻ പോയതോടുകൂടെ ഈ സഭ യാക്കോബ് അപ്പോസ്തലന്റെ നേതൃത്വത്തിലായിരിക്കുന്നുവെങ്കിലും യാക്കോബിന്റെ ആ ശക്തി, സഭയിലുള്ള ഹോൾഡ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടെ ആണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. അതുകൊണ്ട് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അവിടെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ യഹൂദന്മാരുടെ കർമാചാരം അനുഷ്ഠിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാസീർ വ്രതം അനുഷ്ഠിക്കുന്നതായിട്ടുള്ള ഏതാനും ആളുകളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നിന്നോട് പറഞ്ഞത്, നേർച്ചയുള്ള 4 പുരുഷന്മാർ ഞങ്ങളുടെ ഇടയിലുണ്ട്. അതായത് ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദി അർപ്പിക്കുക. അപ്പോൾ ചിലപ്പോൾ അത് ഒരാഴ്ചയാവാം, അതിൽ കൂടുതൽ ദിവസങ്ങളായിരിക്കാം, ചിലപ്പോൾ 30 ദിവസത്തേക്കുള്ള ഒരു വ്രതമായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഈ 30 ദിവസത്തേക്ക് വ്രതം എടുക്കുമ്പോൾ 30 ദിവസത്തേക്ക് ഞങ്ങള് മത്സ്യമാംസാദികൾ കഴിക്കുകയില്ല, അല്ലെങ്കിൽ അപ്രകാരമുള്ളതായ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഈ 30 ദിവസം കൊണ്ട് ഇവരുടെ തലമുടി വളർന്നു വരുവാനായിട്ട് ഇടയായിത്തീരും. അത്രയും ദിവസം അവര് തങ്ങളുടെ തലയിൽ ക്ഷൗരക്കത്തി വയ്ക്കുകയില്ല എന്നുള്ള ഒരു തീരുമാനമെടുക്കും. അപ്പോൾ ഈ 30 ദിവസം കഴിഞ്ഞിട്ട് ദേവാലയത്തിൽ ചെന്നിട്ട് അവരെ തലമുടി കത്തിരിക്കുന്നതായിട്ടുള്ള ഒരു പരിപാടി. ചില നേർച്ചകളെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ 7 ദിവസം ഈ യെരുശലേം ദേവാലയത്തിൽ തന്നെ പോയി താമസിക്കണം.
അങ്ങനെ 7 ദിവസം ആ അവസാനത്തെ അവരുടെ നേർച്ചയുടെ 30 ദിവസമാണെന്നുണ്ടെങ്കിൽ 23 ദിവസം കഴിഞ്ഞുള്ള അവസാനത്തെ 7 ദിവസം അവർ പോയി യെരുശലേം ദേവാലയത്തിൽ തന്നെ പാർക്കണം. ആ 7ാമത്തെ ദിവസത്തിന്റെ അവസാനം അവര് നേർച്ച കഴിക്കുന്നതായിട്ടുള്ള സമയത്ത് അവിടെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങള് അവിടെ 1 വയസ്സുള്ളതായ കാളക്കിടാവിനെ ഒക്കെ കൊണ്ടുവന്ന് അവര് അറക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അങ്ങനെ ഒരു സാക്രിഫൈസ് ഒക്കെ നടത്തിയിട്ടാണ് അവരവിടെ ആ ശുശ്രൂഷകള് നിർവഹിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വരുന്നതായിട്ടുള്ള സമയത്ത് അതൊരു വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമായിട്ടും കൂടെ അത് മാറുകയാണ്. ആ നേർച്ചയുടെ അവസാനം ഇങ്ങനെ സാക്രിഫൈസുകളൊക്കെ ചെയ്യേണ്ടത് കൊണ്ട് അതൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ മാറുകയാണ്. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലനോട് പറയുകയാണ്, നീയും അവരുടെ ആ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് അവരോടൊപ്പം ഈ കർമാചാരം അനുഷ്ഠിക്കുന്നതായിട്ടുള്ള വേളയിൽ യഹൂദന്മാർക്ക് മനസ്സിലാകും നീ ന്യായപ്രമാണം അനുസരിക്കുന്ന വ്യക്തിയാണ്, അത് നീയും അനുസരിക്കുന്നുണ്ട്. ജാതികൾക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15ാമത്തെ അധ്യായത്തിൽ അവരൊരു തീരുമാനമെടുത്ത് വെച്ചിട്ടുണ്ട്. രക്തമുള്ളതും ശ്വാസം മുട്ടി ചത്തതിനെയും ഒന്നും കഴിക്കരുത്, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവർക്കത് മതി. എന്നാൽ യഹൂദനായിരിക്കുന്ന നിന്നെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാർ നിന്നെ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യഹൂദ ന്യായപ്രമാണം അവരുടെ കർമാചാരം അനുസരിക്കണം. ഇവിടെ നമ്മൾ കാണുന്നത് എന്തുകൊണ്ടോ പൗലോസ് അപ്പോസ്തലൻ ഈ സഭയുടെ നിർബന്ധത്തിന് അദ്ദേഹം വഴങ്ങുകയാണ്, മറിച്ച് ഒന്നും പറയുന്നില്ല എന്ന് കാണുവാനായിട്ട് കഴിയും. അദ്ദേഹം ദൈവാലയത്തിൽ പോകുന്നതായിട്ടുള്ള രംഗമാണ് നമ്മൾ ആ വാക്യങ്ങളിൽ അവസാനമായിട്ട് കാണുന്നത്. 26ാമത്തെ വാക്യത്തിൽ അങ്ങനെ പൗലോസ് ആ പുരുഷന്മാരെ കൂട്ടിക്കൊണ്ട് പിറ്റേന്നാൾ അവരോടുകൂടെ തന്നെ ശുദ്ധി വരുത്തി ദൈവാലയത്തിൽ ചെന്നു. അവരിൽ ഓരോരുത്തരും വേണ്ടി വഴിപാട് കഴിപ്പാനുള്ള ശുദ്ധീകരണ കാലം തികഞ്ഞു എന്ന് ബോധിപ്പിച്ചു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഈ സഭാ നേതൃത്വം പറഞ്ഞതായിട്ടുള്ള എന്താ പറയുക, ആ റിക്വസ്റ്റ് തള്ളിക്കളയുന്നില്ല. എന്തുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ആൻസർ പറയുവാനായിട്ട് കഴിയത്തില്ല. കാരണം 2 രീതിയിൽ നമുക്കത് ചിന്തിക്കാം. ഒരിക്കലും പൗലോസ് അപ്പോസ്തലൻ സ്വമനസാലെ ചെയ്തതാവുകയില്ല ഈ പറഞ്ഞിരിക്കുന്ന നാട്ടിലെ കർമാചാരം. കാരണം വളരെ നഖശികാന്തം ഈ യഹൂദ മതാചാരത്തെ അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ എതിർത്തിട്ടുള്ളതായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഇപ്പോൾ ഈ സഭയുടെ നേതൃത്വം അദ്ദേഹത്തോട് അപ്രകാരം ചെയ്യുവാനായിട്ട് പറയുമ്പോൾ അദ്ദേഹം അത് സന്തോഷത്തോടെയാണോ ചെയ്യുന്നത്, സ്വമനസാലെയാണോ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും മനസ്സോടെ ആയിരിക്കുകയില്ല താൻ ഇവിടെ കോംപ്രമൈസിന് വഴങ്ങിയത്. മറ്റൊരു ചിന്ത നമുക്കിവിടെ കൊടുക്കുവാനായിട്ട് കഴിയുന്നത്, സഭ, യെരുശലേമിലെ സഭ ഒരു ക്രൈസിസിലാണ്. ഈ ഒരു ക്രൈസിസിൽ കൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം സഭയുടെ നേതൃത്വം പറയുന്നത് കേട്ട് അതിന്റെ മുമ്പിൽ വിനീത വിധേയനായി നിൽക്കുന്ന ഒരു വേലക്കാരനായി കൂടെ വേണമെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് ചിത്രീകരിക്കാം. ഒരു വലിയ പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അത് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് 2ാമത്തെ കാര്യം. പക്ഷെങ്കിൽ ഒരു വലിയ ക്രൈസിസിൽ നിന്ന് സഭയെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് സഭാ നേതൃത്വത്തിന്റെ മുമ്പിൽ അദ്ദേഹം അങ്ങനെ സബ്മിസീവ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് ചിന്തിക്കുവാനായിട്ട് നമുക്ക് കഴിയും. അതൊരു കോംപ്രമൈസ് എന്നുള്ളതായ നിലയിൽ തന്നെ നമുക്ക് കാണേണ്ടതായിട്ടുള്ള കാര്യവുമില്ല. അപ്പൊ ഇവിടെ ദൈവമക്കളെ ഓർമ്മിപ്പിക്കട്ടെ, ഒരു പക്ഷെ താൻ മനസ്സോടെ ആവുകയില്ല ചെയ്തത് എന്ന് തന്നെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. താൻ തന്റെ എത്തിക്സിനെ നിരക്കാത്തതായിട്ടുള്ള, തന്റെ ഐഡിയോളജിക്ക് നിരക്കാത്തതായിട്ടുള്ള ഒരു കാര്യമാണല്ലോ അദ്ദേഹം ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അപ്രകാരം മനസ്സോടുകൂടി ആയിരിക്കുകയില്ല. എങ്കിലും സഭയുടെ നന്മയ്ക്ക് വേണ്ടി ഒരുപക്ഷെ അപ്രകാരം അദ്ദേഹം കീഴടങ്ങിയതാവാം. 27ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നത്, ആ 7 ദിവസം തീരാറായപ്പോൾ ആസിയിൽ നിന്ന് വന്ന യഹൂദന്മാർ അവനെ ദൈവാലയത്തിൽ കണ്ടിട്ട് പുരുഷാരത്തെയൊക്കെയും ഇളക്കി അവനെ പിടിച്ചു. ഇസ്രായേൽ പുരുഷന്മാരെ സഹായിപ്പീൻ, ഇവനാകുന്നു ജനത്തിനും ന്യായപ്രമാണത്തിനും ഈ സ്ഥലത്തിനും വിരോധമായി എല്ലായിടത്തും എല്ലാവരെയും ഉപദേശിക്കുന്നവൻ. അവൻ യവനന്മാരെയും ദൈവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഈ വിശുദ്ധ സ്ഥലം തീണ്ടിച്ചു കളഞ്ഞു എന്ന് വിളിച്ചുകൂവി. അവർ മുമ്പേ എഫേസ്യനായ ത്രോഫിമോസിനെ അവനോടുകൂടെ നഗരത്തിൽ കണ്ടതിനാൽ പൗലോസ് അവനെ ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു എന്ന് നിരൂപിച്ചു. നഗരം എല്ലാം ഇളകി, ജനം ഓടിക്കൂടി പൗലോസിനെ പിടിച്ച് ദൈവാലയത്തിന് പുറത്തേക്ക് ഇഴിച്ചു കൊണ്ടുപോയി. ഉടനെ വാതിലുകൾ അടച്ചു കളഞ്ഞു. നമ്മൾ ഇവിടെ കാണുന്ന അടുത്ത രംഗം, നേർച്ച കഴിക്കുവാനായിട്ട് അല്ലെങ്കിൽ സഭ പറഞ്ഞതായിട്ടുള്ള, അല്ലെങ്കിൽ അന്നത്തെ യെരുശലേം സഭാ നേതൃത്വം പറഞ്ഞതായിട്ടുള്ള നേർച്ച കഴിക്കുവാനായിട്ട്
കർമാചാരം നടത്തുവാനായിട്ട് അദ്ദേഹം യെരുശലേമിലേക്ക് പോകുന്നു. പക്ഷേ അദ്ദേഹം അത് ചെയ്തോ ഇല്ലയോ എന്നുള്ളതൊന്നും ഈ വാക്യങ്ങൾക്കകത്തൂടെ നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് ആ 7 ദിവസം തീരാറായപ്പോൾ, 7 ദിവസം തീർന്നു കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞതായിട്ടുള്ള കർമാചാരത്തിലേക്ക് പ്രവേശിക്കേണ്ടിയും സാക്രിഫൈസ് നടക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. പക്ഷെ 7 ദിവസം തീരാറായപ്പോൾ എന്ത് സംഭവിച്ചു? ആസിയിൽ നിന്ന് വന്ന യഹൂദന്മാർ അവനെ ദൈവാലയത്തിൽ കണ്ടിട്ട് പുരുഷാരമൊക്കെയും ഇളകി. കാരണം പെന്തക്കോസ്ത് നാളാണ്. ഈ പെന്തക്കോസ്തിയുടെ സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ളതായ യഹൂദന്മാർ പെന്തക്കോസ്ത് പെരുന്നാൾ ആചരിപ്പാനായിട്ട് ആ സമയത്ത് യെരുശലേമിൽ ഉണ്ട് എന്ന് ഓർക്കണം. പ്രത്യേകിച്ചും ഏഷ്യ മൈനറിൽ നിന്നും ഉള്ളതായ യഹൂദന്മാര് യെരുശലേമിൽ എത്തിയിട്ടുണ്ട്. ഈ ഏഷ്യ മൈനറിൽ നിന്ന് വന്നിരിക്കുന്ന യഹൂദന്മാർക്ക് പൗലോസിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. പൗലോസിന്റെ കഴിഞ്ഞ നാളുകളിലെ ഏകദേശം കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടുള്ളതായ തന്റെ പ്രവൃത്തികളെ ഏഷ്യ മൈനറിലും പല ദേശങ്ങളും സഞ്ചരിച്ചിട്ടാണല്ലോ അദ്ദേഹം മടങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഏഷ്യ മൈനറിൽ നിന്ന് വന്നിരിക്കുന്നതായിട്ടുള്ള ഈ യഹൂദന്മാർ പൗലോസിന്റെ പ്രവർത്തനങ്ങളെ കാണുകയും പൗലോസ് പ്രവർത്തിച്ചത് കാണുകയും പ്രസംഗിച്ചത് കേൾക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പെട്ടെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവരോട് വിളിച്ചു പോകുന്നതായിട്ടുള്ള കാര്യം എന്താണ്? ഇവനാകുന്നു ജനത്തിനും ന്യായപ്രമാണത്തിനും ഈ സ്ഥലത്തിനും വിരോധമായി എല്ലായിടത്തും എല്ലാവരെയും ഉപദേശിക്കുന്നവൻ. അതുകൊണ്ട് പൗലോസിനെതിരെ ഒരു വലിയ ആഹ്വാനം കൊടുക്കുകയാണ്. ഒരു വലിയ ലഹളയ്ക്ക്, ഒരു കലഹത്തിനുള്ളതായ ആഹ്വാനം കൊടുക്കുകയാണ്. അവരുടെ ആഹ്വാനത്തിന്റെ രണ്ടാമത്തെ കാര്യം എന്താണ്? എഫെസോസിൽ നിന്നും കൊണ്ടുവന്നതായിട്ടുള്ള ത്രോഫിമോസിനെ, അദ്ദേഹം ജാതീയനാണ്, ജെൻഡയിലാണ് ത്രോഫിമോസ്. ഈ ത്രോഫിമോസിനെ യെരുശലേം ദേവാലയത്തിൽ കൊണ്ടുവന്ന് കാണും എന്നുള്ള ചിന്ത, അങ്ങനെ ഒരു ചിന്ത യഹൂദന്മാരെ വെച്ചു പുലർത്തുകയും അത് പൗലോസിനെതിരെ തുറുപ്പുചീട്ടായിട്ട് എടുക്കുകയും ചെയ്യുകയാണ്. കാരണം യെരുശലേം ദേവാലയത്തില് തീണ്ടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു അന്യജാതിക്കാരൻ യെരുശലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ യെരുശലേം ദേവാലയം തീണ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. യെരുശലേം ദേവാലയത്തിന്റെ ഘടന അനുസരിച്ച് ജെൻഡൈൽസിനുള്ള പ്രാകാരമുണ്ട്, ജാതികൾക്കുള്ള പ്രാകാരം. ഏത് ജെൻഡയിലിനും ഈ ജാതികൾക്കുള്ള പ്രാകാരത്തിൽ വരാൻ പ്രാർത്ഥിക്കാം, കുഴപ്പമില്ല. അതിനപ്പുറത്തെ സ്ത്രീകൾക്കുള്ള പ്രാകാരമുണ്ട്. ഈ സ്ത്രീകളുടെ പ്രാകാരവും ജാതികളുടെ പ്രാകാരവും തമ്മിൽ തിരിക്കുന്നത് ഒരു മതിലിലാണ്. അവിടെ ഒരു വേർതിരിവുണ്ട്. ആ വേർതിരിവുള്ളതായ ആ ചുമരിൽ എഴുതി വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു ശിലാഫലകത്തിൽ അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ദൈവാലയത്തിന് ചുറ്റുമുള്ള മതിൽക്കെട്ടിനകത്തേക്ക് അന്യജാതിക്കാർക്ക് പ്രവേശനമില്ല. ആരെങ്കിലും അതിക്രമിച്ചു കടന്നാൽ അതിന്റെ പരിണിത ഫലമായ വധശിക്ഷയ്ക്ക് അവൻ മാത്രമായിരിക്കും ഉത്തരവാദി. അതായത് ഒരു ജെൻഡയിലിന് ഒരിക്കലും ദൈവാലയത്തിന്റെ ജെൻഡയിലിന്റെ പ്രാകാരമല്ലാതെ യഹൂദന്റെ പ്രാകാരത്തിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും കാരണവശാൽ ഈ ജെൻഡയിൽ യഹൂദന്റെ പ്രാകാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു ആർഗ്യുമെന്റുകളുമില്ല, അവനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. ഒരു കോടതിക്കിലും അവൻ അപ്പീലിന് പോകുവാനായിട്ട് കഴിയത്തില്ല. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ദൈവാലയത്തിനകത്ത് ഒരു പുറജാതിക്കാരൻ പ്രവേശിക്കുന്നത് മരണകരമായ കുറ്റമാണ്. പുറത്തുള്ള ജാതികളുടെ പ്രകാരം വരെ അവർക്ക് വരുവാനായിട്ട് കഴിയും. പക്ഷെ അത് കഴിഞ്ഞിട്ട് അകത്തേക്ക് പ്രവേശിപ്പാനായിട്ട് അവർക്ക് അവകാശമില്ല എന്നുള്ളത് ഓർത്തുകൊള്ളാം. അപ്പോൾ ഞാൻ ഈ വായിച്ചതായിട്ടുള്ള ഈ കുറ്റാരോപണം അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഒന്നുകൂടെ വായിക്കാം: ദൈവാലയത്തിന് ചുറ്റുമുള്ള മതിൽക്കെട്ടിനകത്തേക്ക് അന്യജാതിക്കാർക്ക് പ്രവേശനമില്ല. ആരെങ്കിലും അതിക്രമിച്ചു കടന്നാൽ അതിന്റെ പരിണിത ഫലമായ വധശിക്ഷയ്ക്ക് അവൻ മാത്രമായിരിക്കും ഉത്തരവാദി. കാരണം ഈ കുറ്റത്തിന് സന്നദ്രീം സംഘം നൽകുന്നതായ വധശിക്ഷയ്ക്ക് റോമൻ ഗവൺമെന്റിന്റെ വരെ അംഗീകാരം ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം. ഇനിയും ഈ അതിക്രമിച്ച് കയറുന്നതായിട്ടുള്ള വ്യക്തി ഒരു റോമൻ പൗരനായാൽ പോലും അവൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കും. ഈ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു വാണിംഗ് അവിടെ ഗ്രീക്കിലും ലാറ്റിൻ ഭാഷകളിലും ഒക്കെ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ പറയുന്നത് അനുസരിച്ചിട്ട് ഈ ശിലാഫലകങ്ങളിൽ ഒരെണ്ണം AD 1871 കണ്ടെത്തിയിട്ടുണ്ട്. അതിപ്പോൾ ഈസ്റ്റാംബുളിൽ സൂക്ഷിച്ചിരിക്കുന്നു. 1935 കണ്ടെടുത്ത മറ്റൊരെണ്ണം കൂടിയുണ്ട്. അതിപ്പോൾ യെരുശലേം മ്യൂസിയത്തിലും ഈ ശിലാഫലകം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞ ആരോപണം എന്തായിരുന്നു? ത്രോഫിമോസ് എന്ന് പറയുന്ന എഫേഷ്യൻ ആയിരിക്കുന്ന പുറം ജാതിക്കാരനായിരിക്കുന്ന ജെൻഡയിലിനെ
പൗലോസ് അപ്പോസ്തലൻ ദേവാലയത്തിൽ കൊണ്ടുവന്ന് കയറ്റി ദേവാലയത്തെ തീണ്ടിച്ചു കളഞ്ഞു. അതുകൊണ്ട് അവനെ എതിരെ കുറ്റം വിധിക്കുവാൻ വേണ്ടി, അവനെ വധശിക്ഷയ്ക്ക് വിധിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ളതായ ശ്രമമാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഓർക്കണം. അതിനു വേണ്ടിയിട്ട് ചെയ്തത് എന്താണ്? ഈ ഇൻഫർമേഷൻ പോകുമ്പോഴേക്കും 30-ാമത്തെ വാക്യത്തിൽ നഗരമെല്ലാം ഇളകി, ജനം ഓടിക്കൂടി, പൗലോസിനെ പിടിച്ച ദേവാലയത്തിന് പുറത്തേക്ക് ഇഴച്ചു കൊണ്ടുപോയി. ഉടനെ വാതിലുകൾ അടച്ചു കളഞ്ഞു. അഗബോസ് പ്രവാചകൻ ദർശിച്ച ദർശനവും കാണിച്ചു കൊടുത്തതായ ഡെമോൺസ്ട്രേഷനും എന്തായിരുന്നു? അവന്റെ അരക്കച്ചയെടുത്ത് അവന്റെ കാലിന്മേൽ കെട്ടി ബന്ധനസ്ഥനാക്കി ഇങ്ങനെ തന്നെ യെരുശലേമിൽ കൊണ്ടുപോകുമെന്നുള്ളതല്ലായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ദേവാലയത്തിൽ വെച്ചിട്ട് പൗലോസ് അപ്പോസ്തലനെ അവര് പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്ന രംഗമാണ്. ഇനിയുമുള്ള ചില വാക്യങ്ങൾ ഞാൻ വേഗം ഒന്ന് വായിക്കാം. അവർ അവനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ, ശ്രദ്ധിച്ചോണേ, അവർ അവനെ 31-ാമത്തെ വാക്യം, അവർ അവനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ യെരുശലേമൊക്കെയും കലക്കത്തിലായി എന്ന പട്ടാളത്തിന്റെ സഹസ്രാധിപൻ വർത്തമാനമെത്തി. അവൻ ക്ഷണത്തിൽ പടയാളികളെയും ശതാധിപന്മാരെയും കൂട്ടിക്കൊണ്ട് അവരുടെ നേരെ പാഞ്ഞു വന്നു. അവർ സഹസ്രാധിപനെയും പടയാളികളെയും കണ്ടപ്പോൾ പൗലോസിനെ അടിക്കുന്നത് നിർത്തി. ഈ വാക്യം നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കണം, സമയമെടുത്ത് ചിന്തിക്കണം. എന്താകുന്നു എന്ന് ചോദിച്ചാൽ, പൗലോസ് എന്ന് പറയുന്ന അധികം പൊക്കമില്ലാത്ത ഒരു മനുഷ്യൻ, ഇപ്പോൾ തന്റെ ഏജ് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് അറിയില്ല, എങ്കിലും മധ്യവയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചിന്തിക്കാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കുക, ദേവാലയത്തിനുള്ളിൽ പൗലോസിനെതിരെ ഒരു വലിയ ആരോപണമാണ് വന്നിരിക്കുന്നത്. യഹൂദന്മാർക്ക് മുഴുവനും പൗലോസിനെതിരെ തീർത്താൽ തീരാത്ത കലിയ, അത്രയ്ക്കുള്ള പക, വിദ്വേഷം, വൈരാഗ്യമുണ്ട്. എങ്ങനെങ്കിലും ഇവനെ കൊല്ലണം, ഇതാണ് അവരുടെ ഉദ്ദേശം. ദേവാലയത്തിൽ തുടങ്ങിയ അടിയ, ദേവാലയത്തിൽ തുടങ്ങിയ അടിയ, 1-2 പേരല്ല അടിക്കുന്നതെന്ന് ഓർക്കണം. 100 കണക്കിന് ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. കിട്ടുന്നവനെല്ലാം എടുത്തിട്ട് അദ്ദേഹത്തെ പെരുമാറുകയാണ്. അവരുടെ ഭാവം എന്തായിരുന്നു? മുകളിൽ പറഞ്ഞിരിക്കുന്ന ഭാവം അനുസരിച്ചിട്ട് 31-ാമത്തെ വാക്യത്തിൽ അവർ അവനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ, അപ്പോൾ തീർച്ചയാണ് ഇന്നത്തെ കൊട്ടേഷൻ ടീമിന്റെ കയ്യിലുള്ളതുപോലെ വടിവാളുകളും കമ്പി മാരക ആയുധങ്ങളും സൈക്കിൾ ചെയിനും ഇങ്ങനത്തെ ഒക്കെ കാണുമായിരുന്നായിരിക്കും. കൊല്ലുവാൻ ശ്രമിച്ചെന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഒരു പക്ഷേ പൗലോസ് അപ്പോസ്തലൻ ഇതിനു മുമ്പ് അനുഭവിച്ചതായിട്ടുള്ള പീഡനത്തെക്കാട്ടിലും മാരകമായ പീഡനമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. സഹസ്രാധിപൻ രക്ഷിക്കുവാനായിട്ട് അടുത്ത് വരുമ്പോഴേക്കും അവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് പൗലോസിനെ അടിക്കുന്നത് നിർത്തി എന്നാണ് പറഞ്ഞേക്കുന്നത്. എത്ര നേരം താൻ അടി കൊണ്ടുവന്ന് അറിയത്തില്ല. എന്നിട്ടും ഈ മനുഷ്യൻ ജീവിച്ചിരുന്നല്ലോ എന്നുള്ളതാണ് ഒരു അത്ഭുതവും അതിശയവും. ദൈവമക്കളെ, നമ്മളൊന്ന് ചിന്തിക്കണം. തനിക്ക് മുന്നറിയിപ്പുകൾ ലഭിച്ചതാ, വേണമെങ്കിൽ വരാതിരിക്കാമായിരുന്നു. പക്ഷെങ്കിൽ തനിക്കൊരു നിശ്ചയമുണ്ടായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ പോലും താൻ തയ്യാറാണ് എന്നുള്ളതായ തന്റെ നിശ്ചയം. നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, പൗലോസ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ അടി കൊള്ളുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ മാന അപമാനങ്ങൾ താൻ സ്വീകരിക്കുന്നത്? തനിക്ക് നിലത്ത് നിൽക്കുവാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ തന്റെ അസ്ഥികളൊക്കെ അടിച്ച് ഒടിച്ചിട്ടുണ്ടായിരിക്കും. ദേഹം മുഴുവനും മുറിഞ്ഞ് ചോര വാർന്നു പോകുന്നുണ്ടായിരിക്കും. ഉച്ചി മുതല് പാദം വരെ ക്ഷതമില്ലാത്തതായ, ചതയ്ക്കപ്പെടാത്തതായ ഒരു സ്ഥലം പോലും ഉണ്ടാവുകയില്ല. ഒരു പക്ഷേ കർത്താവായ യേശുക്രിസ്തു അനുഭവിച്ചതിനെക്കാട്ടിലും കൂടുതൽ എന്ന് ഞാൻ പറയില്ല. കാരണം കർത്താവായ യേശുക്രിസ്തു അവസാനം അടികൊള്ളുമ്പോൾ ക്രൂരന്മാരായിട്ടുള്ള ജർമ്മൻ പടയാളികൾ കൊളുത്തുകൾ കൊണ്ടാണല്ലോ കർത്താവെ അടിച്ച് മുറിക്കുന്നത്. ശരീരത്തിൽ നിന്ന് മാംസമൊക്കെ പറഞ്ഞെറിഞ്ഞു പോവുകയാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന് ശേഷം എന്നുള്ള വേർഡ് ഉപയോഗിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന് ശേഷം ഇത്രയും കിരാതമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു അപ്പോസ്തലൻ ഉണ്ടോ അറിയില്ല. അത്രയ്ക്ക്
ക്രൂരമായ രീതിയിൽ പൗലോസ് അപ്പോസ്തലൻ പീഡിപ്പിക്കപ്പെട്ടു. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? ഇന്ന് നമ്മുടെ കർത്താവിന് വേണ്ടി ഒരു അപമാനം ഏൽക്കുവാൻ നമ്മളിൽ എത്ര പേർ തയ്യാറാകും? അടികൊള്ളുവാൻ എത്ര പേരെ തയ്യാറാകും? ലജ്ജ കൂടാതെ കർത്താവിനെ കുറിച്ച് പറയുവാൻ നമ്മളിൽ എത്ര പേർക്ക് ധൈര്യമുണ്ട്? നമ്മൾ പാടും, ജീവനെങ്കിൽ ജീവൻ വെച്ച് ഭാരതം നേടിയിടണം എന്നൊക്കെ. ചുമ്മാതെ വെറുതെ പാടുന്നു. ആളുകൾ പ്രശ്നം വരുമ്പോൾ അറിയാം ജീവനൊക്കെ വെക്കുവോ ഇല്ലയോ എന്നുള്ളത്. വെറും കളിപ്പീര് പരിപാടിയാണ്. പൗലോസിനെ നോക്കുക. പൗലോസ് അതിക്രൂരമായിട്ടുള്ള പീഡനം ഏറ്റുവാങ്ങി. ഇപ്പോഴും താൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ അതിശയമായിട്ട് വേണമെങ്കിൽ നമുക്കിവിടെ ദർശിക്കുവാനായിട്ട് കഴിയും എന്നുള്ളത് ഓർക്കണം. തുടർന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്തേക്ക് വേഗം പോകട്ടെ. സഹസ്രാധിപൻ വന്നു. സഹസ്രാധിപൻ അദ്ദേഹത്തെ പിടിച്ചെടുക്കുന്നതായിട്ടുള്ള രംഗമാണ് നമ്മളൊക്കെ കാണാനായിട്ട്. 33-ാമത്തെ വാക്യം മുതൽ സഹസ്രാധിപൻ അടുത്ത് വന്ന് അവനെ പിടിച്ചു, 2 ചങ്ങല വയ്പാൻ കൽപ്പിച്ചു. 6 എന്നും എന്ത് ചെയ്തു എന്നും ചോദിച്ചു. പുരുഷാർത്ഥത്തിൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും നിലവിളിച്ചുകൊണ്ടിരുന്നു. ആരവാരം ഹേതുവായി നിശ്ചയമൊന്നും അറിഞ്ഞുകൂടായികയാൽ അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. ഇവിടെ നിന്ന് പൗലോസ് അപ്പോസ്തലനെ അന്റോണിയോ കോട്ടയിലേക്ക് മാറ്റുന്നതായിട്ടുള്ള രംഗമാണ് നമ്മൾ കാണുന്നത്. ഈ സഹസ്രാധിപൻ ഏകദേശം 470 പേരടങ്ങുന്നതായിട്ടുള്ള ഒരു ബ്രിഗേഡുമായിട്ടാണ് പൗലോസ് അപ്പോസ്തലനെ രക്ഷിപ്പാനായിട്ട് അവിടേക്ക് കടന്നു വരുന്നത് എന്നോർക്കണം. ഒരു 470 പേരടങ്ങുന്ന ഒരു റോമൻ ബ്രിഗേഡുമായിട്ടാണ് അദ്ദേഹം അവിടേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം പൗലോസിനെ അന്റോണിയോ കോട്ടയിലേക്ക് കൊണ്ടുപോവുകയാണ്. കോട്ടയിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള സമയത്ത് അതിന്റെ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് പൗലോസ് സഹസ്രാധിപനോട് സംസാരിച്ചു. സഹസ്രാധിപനോട് സംസാരിക്കുമ്പോൾ ഗ്രീക്ക് ഭാഷയിലാണ്, യവന ഭാഷയിലാണ് സംസാരിക്കുന്നത്. കാരണം സഹസ്രാധിപന് ഗ്രീക്ക് ലാംഗ്വേജ് മാത്രമേ അറിയൂ. അദ്ദേഹത്തോട് ഗ്രീക്കിൽ സംസാരിക്കുന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിന് അതിശയമാകുന്നു. അദ്ദേഹം സംസാരിക്കാനായിട്ടുള്ള പെർമിഷൻ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. നിനക്ക് യവന ഭാഷ അറിയാമോ എന്ന് ചോദിച്ച് അത് കൊടുക്കുന്നതായിട്ടുള്ള രംഗം നമ്മൾ കാണുന്നു. നമ്മൾ ആ 36-ാമത്തെ വാക്യം ഒന്ന് ഞാൻ വേഗം ഒന്ന് പറയാം. 36-ാമത്തെ വാക്യത്തിനകത്ത് പുരുഷാർത്ഥത്തിന്റെ ബലാത്കാരം പേടിച്ചിട്ട് പടയാളികൾ അവനെ എടുക്കേണ്ടി വന്നു. ഞാൻ കഴിഞ്ഞ ദിവസം റാപ്ചറിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞതായിട്ടുള്ള ഒരു സംഗതിയോട് ഇതിനെ ചേർത്ത് വയ്ക്കാനായിട്ട് പറയും. കാരണം വലിയ കോപം വരുവാനായിട്ട് പോകുന്നു. ആ കോപത്തിന്റെ നടുവിൽ നിന്ന് പൗലോസിനെ സഹസ്രാധിപന്റെ നേതൃത്വത്തിലുള്ളതായ പടയാളികൾ പിടിച്ച് എടുത്തുകൊണ്ട് പോകുന്നതായിട്ടുള്ള രംഗം. അതായത് നമ്മൾ റാപ്ചറിനോട് ഉള്ള ബന്ധത്തിലാണല്ലോ അത് ചിന്തിച്ചത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്നതായിട്ടുള്ള സഹസ്രാധിപനോട് സംസാരിക്കുകയും സഹസ്രാധിപൻ അവനോട് യവന ഭാഷയിൽ തിരിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് തന്നെ സഹസ്രാധിപൻ ചോദിച്ച ഒരു കാര്യമുണ്ട്. അത് 38-ാമത്തെ വാക്യത്തിലാണ്. കുറെ നാൾ മുമ്പേ കലഹം ഉണ്ടാക്കി 4000 കട്ടാരക്കാരെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയ മിസ്രൈമൻ നീ അല്ലയോ എന്ന് ചോദിച്ചു. അതിന് പൗലോസ്, ഞാൻ കിലിക്കിയിൽ തർസോസ് എന്ന പ്രസിദ്ധ നഗരത്തിലെ പൗരനായ യഹൂദൻ ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നതായിട്ടുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതായത് ആ സഹസ്രാധിപൻ ചോദിച്ചതായിട്ടുള്ള കാര്യത്തിന്റെ എക്സ്പ്ലനേഷൻ കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് സഹസ്രാധിപൻ ചോദിക്കുന്നതായിട്ടുള്ള ആ പീരീഡിൽ, ആ കാലയളവില് ഏകദേശം 4000 കൊടും ഭീകരരെ നയിച്ചുകൊണ്ട് റോമൻ ഭരണകൂടത്തിനെതിരായിട്ട് വിപ്ലവം സംഘടിപ്പിച്ച ഒരു മിസ്രൈമ്യൻ ഉണ്ടായിരുന്നു. സഹസ്രാധിപൻ വിചാരിച്ചു ആ മിസ്രൈമ്യനാണ് ഈ പൗലോസ് എന്ന്. ഈ സംഭവത്തെക്കുറിച്ച് യഹൂദ ചരിത്രകാരനായിരിക്കുന്നതായിട്ടുള്ള ജോസിഫസ് തന്റെ ജൂവിഷ് വാർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. 4000 കൊടും ഭീകരർ എന്നുള്ളത് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് 30,000 ആണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു പ്രവാചകനാണെന്ന് അവകാശപ്പെട്ട് ഈ മിസ്രൈമ്യൻ 3 വർഷം മുമ്പ് 30,000 ഭീകരന്മാരെ സംഘടിപ്പിച്ച് യെരുശലേമിലേക്ക് യാത്ര ചെയ്തു. പട്ടണത്തെ ആക്രമിക്കുമ്പോൾ നഗരമതിൽ ഇടിഞ്ഞു വീഴുമെന്ന് അയാൾ തന്റെ അനുയായികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. പക്ഷെ പെട്ടെന്ന് റോമൻ ഗവർണറായ ഫെലിക്സ് വലിയൊരു സൈന്യവുമായി വന്ന് അവരെ ആക്രമിച്ചു. അവരിൽ 600 പേർ കൊല്ലപ്പെട്ടു. ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെട്ടു. നേതാവും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ആ മിസ്രൈമ്യ നേതാവ് വീണ്ടും ഒരു വിപ്ലവം സംഘടിപ്പിക്കാൻ വന്നതായിരിക്കും എന്ന് സഹസ്രാധിപൻ ചിന്തിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്നത് 4000 ഭീകരർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കട്ടാരക്കാർ, ഭീകരർ.
ജോസിഫസിന്റെ ചരിത്രത്തിൽ അത് 30,000 എന്ന് എഴുതിയേക്കുന്നു. പക്ഷെ പല വേദശാസ്ത്ര പണ്ഡിതന്മാരും പറഞ്ഞത് 4,000 തന്നെയാണെന്നുള്ളതാണ്. ഈ റോമൻ ഗവൺമെന്റിനെതിരെ ലഹള ഉണ്ടാക്കുവാൻ പോരാടുവാനായിട്ട് ഏകദേശം 4,000 ആള് ഭീകരന്മാരെയും കൊണ്ടാണ് ഈ പറയുന്ന മിസ്രൈമൻ വരുന്നത്. അപ്പോൾ അദ്ദേഹം വരുന്നാട്ടുള്ള സമയത്ത് അദ്ദേഹം അവരോട് പറയുന്നത്, നിങ്ങൾ പട്ടണത്തിന് നേരെ മാർച്ച് ചെയ്യുന്നാട്ടുള്ള സമയത്ത് പട്ടണത്തിന്റെ നഗര മതിൽ ഇടിഞ്ഞു വീഴും എന്ന് പറഞ്ഞ് അവരെ പ്രലോഭിപ്പിച്ചു. എന്നാൽ സംഭവിച്ചത് പട്ടണത്തിന്റെ മതിൽ ഇടിഞ്ഞു വീണില്ല. ആ സമയത്തുണ്ടായിരുന്ന നാട്ടിലെ റോമൻ ഗവർണർ ആയിരുന്ന ഫെലിക്സിന്റെ നേതൃത്വത്തിൽ ഒരു വൻ സൈന്യം കടന്നു വരികയും ഈ മിസ്രൈമിനെ അനുഗമിച്ചിരുന്നതായിട്ടുള്ള ഈ ഭീകരന്മാരിൽ ഏകദേശം 600 പേരെ അവര് കൊല്ലുവാനായിട്ട് ഇടയായി തീർന്നു. ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ നേതാവായിരിക്കുന്ന മിസ്രൈമിനും രക്ഷപ്പെട്ടു. അപ്പോൾ ഈ സഹസ്രാധിപൻ ചിന്തിക്കുന്നത് എന്താണ്? ഇവിടെയും എന്താ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്? ഒരു വലിയ ലഹള നടന്നിരിക്കുക, പൗലോസിന്റെ പേരിൽ ഒരു വലിയ ലഹള നടന്നിരിക്കുക. അപ്പൊ അദ്ദേഹം ചിന്തിച്ചത്, സഹസ്രാധിപൻ ചിന്തിച്ചത്, അന്ന് ലഹളയ്ക്ക് നേതൃത്വം കൊടുത്ത മിസ്രൈമ്യനാണ് ഈ പറയുന്നതായിട്ടുള്ള പൗലോസ് എന്നുള്ളതായ ചിന്ത അദ്ദേഹത്തിന് വരുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ പൗലോസ് അവിടെ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. താൻ തർസോസുകാരനാണ് എന്നും താൻ ആ പറയുന്നതായിട്ടുള്ള വ്യക്തി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അദ്ദേഹത്തിന് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. താൻ യഹൂദനാകുന്നു എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുകയാണ്. അതിനുശേഷം ജനത്തോട് സംസാരിക്കാനായിട്ടുള്ളതായ പെർമിഷൻ അദ്ദേഹം ചോദിക്കുന്നതായിട്ട് നമ്മളിവിടെ കാണുകയാണ്. പൗലോസ് അപ്പോസ്തലന് സഹസ്രാധിപൻ പെർമിഷൻ കൊടുക്കുന്നു. തുടർന്ന് എബ്രായ ഭാഷയിൽ, അതായത് തന്റെ മുമ്പിലായിരിക്കുന്ന യഹൂദന്മാരുടെ ഭാഷയിൽ തന്നെ പൗലോസ് അപ്പോസ്തലൻ ഒരു നീണ്ട പ്രസംഗം അവരോട് ചെയ്യുന്നതാണ് 22-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ആ 22-ാമത്തെ അധ്യായത്തിലേക്ക് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നില്ല. തന്റെ മാനസാന്തരത്തെ കുറിച്ചുള്ളതായ ഒരു നീണ്ട പ്രസംഗം പൗലോസ് അപ്പോസ്തലൻ കൂടി വന്നതായിട്ടുള്ള ജനത്തോട് ചെയ്യുന്നതായിട്ടുള്ള കാഴ്ച അവസാനം അവിടെ കാണുകയാണ്. ഇന്നത്തെ പഠനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എഫെസോസിൽ നിന്നും സോർ വഴിയായി യെരുശലേമിലേക്ക് കടന്നു പോകുന്ന പൗലോസ് അപ്പോസ്തലന്റെ യാത്ര നമ്മൾ കണ്ടു. ആ യാത്രയിൽ പരിശുദ്ധാത്മാവിൽ കൂടെ തനിക്ക് ലഭിച്ചതായിട്ടുള്ള മുന്നറിയിപ്പുകളെ തനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. പലരും അദ്ദേഹത്തെ യെരുശലേമിലേക്ക് പോകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു. എങ്കിലും താൻ പിന്തിരിയാതെ ക്രിസ്തുവിന് വേണ്ടി കഷ്ടമേൽക്കുവാൻ മാത്രമല്ല, മരിക്കണമെങ്കിൽ മരിക്കുവാനും തയ്യാറായിട്ട് അദ്ദേഹം യെരുശലേമിലേക്ക് പോകുന്നു. യെരുശലേമിൽ വെച്ച് യഹൂദ കർമാചാരത്തിലേക്ക് താൻ വലിച്ചിഴക്കപ്പെടുന്നതായിട്ട് രംഗം നമ്മൾ കാണുന്നു. എന്നാൽ തുടർന്ന് ആലയത്തിൽ വെച്ച് താൻ പിടിക്കപ്പെടുന്നു. മാരകമായ രീതിയിൽ മർദ്ദനമേറ്റ് മൃതപ്രായനായി തീരുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം പോകുവാനായിട്ട് ഇടയായിത്തീരുന്നു. എങ്കിലും റോമൻ സഹസ്രാധിപൻ അവിടെ കടന്നു വന്ന് അദ്ദേഹത്തെ രക്ഷിക്കുന്നതായിട്ടുള്ള അന്റോണിയ കോട്ടയിലേക്ക് കൊണ്ടുപോയി രക്ഷിക്കുന്നതായിട്ടുള്ള രംഗവും നമുക്ക് കാണാനായിട്ട് കഴിയും. വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കേണ്ട ദൈവത്തിന്റെ ജനമേ, ക്രിസ്തുവിന് വേണ്ടി നിൽക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അനന്യാസിനോട് പറഞ്ഞതുപോലെ അവൻ എന്റെ നാമത്തിന് വേണ്ടി എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. ക്രിസ്തുവിന് വേണ്ടി നാം നിലനിൽക്കുമ്പോൾ, ധൈര്യത്തോടുകൂടെ വീരോടുകൂടെ നിലനിൽക്കുമ്പോൾ അനേക കഷ്ടങ്ങളും അനേക പ്രതികൂലങ്ങളും അനേക ബുദ്ധിമുട്ടുകളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. ചില കൈപ്പേറിയ ചഷകങ്ങൾ മുമ്പിൽ വെച്ചിരിക്കുന്നത് നാം കുടിപ്പാൻ വേണ്ടിയിട്ടാണ്. അത് മാറിപ്പോകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാനേ കഴിയുകയുള്ളൂ. എന്നാൽ ദൈവഹിതം എപ്രകാരമാണോ അപ്രകാരം തന്നെ ആയിരിക്കാൻ നമുക്കും ഇടയായി തീരട്ടെ. നമ്മെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കാം. ദൈവം നല്ല പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ ഏവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.